മേഖലയിലെ നിരവധി കുരുന്നുകൾക്ക് ആദ്യാക്ഷരം പകർന്നു നൽകിയിരുന്ന മനോഹരമായ വിദ്യാലയം മുണ്ടക്കൈ GLP സ്കൂൾ. ഒറ്റ രാത്രി കൊണ്ട് ഗ്രാമവും സ്കൂളും ഒഴുകിപ്പോയപ്പോൾ 11 വിദ്യാർത്ഥികളെയും നിരവധി കുടുംബാംഗങ്ങളെയും സ്കൂളിന് നഷ്ടമായി. അവരുടെ ഓർമ്മകൾ പങ്കുവയ്ക്കാനും അതിജീവിതരുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് കരുത്തു പകരാനുമാണ് അകലെയാണെങ്കിലും അരികിലുണ്ട് എന്ന പേരിൽ കുടുംബസംഗമം സംഘടിപ്പിച്ചത്. എല്ലാവരും ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിച്ചിരുന്ന ഒരു ഗ്രാമമായിരുന്നു. നാടിൻ്റെതായ എല്ലാ നന്മകളും ഉള്ള ആൾക്കാരുമായിരുന്നു. അപ്പം അവരിങ്ങനെ ചിതറിക്കപ്പെട്ടു എന്നുള്ളത് തന്നെ നമ്മളെ സംബന്ധിച്ച് ഭയങ്കര ഒരു വിഷമമുള്ള ഒരു കാര്യമാണ്. തീർച്ചയായും അവരെ ഒരുമിച്ച് കൊണ്ടുവരിക എന്ന് തന്നെയാണ് ഈ പരിപാടിയുടെ മുഖ്യ ഉദ്ദേശം. സ്കൂളുമായി ബന്ധമുണ്ടായിരുന്ന എല്ലാവരും സംഗമത്തിനെത്തി. കുടുംബസംഘമാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരും, പിന്നെ പൂർവ്വ വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, നാട്ടുകാരുണ്ട്, കേട്ടറിഞ്ഞവരൊക്കെ വന്നിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സ്കൂൾ അത്രമാത്രം ഹൃദയത്തിലുണ്ട്. ടി സിദ്ദിഖ് MLA സംഗമം ഉദ്ഘാടനം ചെയ്തു. കുട്ടികളാകുമ്പോൾ സ്വാഭാവികമായി അതിൻ്റെ ആഘാതത്തിൽ നിന്ന് പെട്ടെന്ന് ഇങ്ങനെ മാറി അവർ വന്നിട്ടുണ്ട്. പക്ഷേ ബാക്കിയുള്ള ആളുകൾക്കും മുതിർന്നവർക്കുമൊക്കെ അതിൻ്റെ ആഘാതത്തിൽ നിന്ന് ഇപ്പോഴും മുക്തരാകാൻ പറ്റിയിട്ടില്ല. മുതിർന്നവർക്ക് കൂടെ ഒരാത്മവിശ്വാസം കിട്ടാനുള്ള ഒരു വലിയ സാന്നിധ്യമായി ഈ കൂടിച്ചേരലൊക്കെ മാറും. മുണ്ടക്കൈയിലെ കുഞ്ഞുമക്കൾക്ക് മാതൃഭൂമിയുടെ സമ്മാനമായി സ്കൂൾ ലൈബ്രറിയിലേക്ക് 150ഓളം പുസ്തകങ്ങളും ചടങ്ങിൽ കൈമാറി. മാതൃഭൂമി ന്യൂസ്, വയനാട്.